ഹായ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഞങ്ങൾ എന്തായാലും യൂട്യൂബ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് തന്നെ ആദ്യത്തെ വ്ളോഗായിട്ട് ഐശ്വര്യമായിട്ട് ഇത് തന്നെ ഞങ്ങൾ ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് മരിയനാട് ബീച്ചിലോട്ടാണ് പോകുന്നത്. ഒരു ഏകദേശം 4-5 മണി ആ ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ലുലു മോൾ അവിടെ എത്തി. ലുലു മോൾ കഴിഞ്ഞാൽ അടുത്ത ആക്കുളം ലേക്കാണ്. എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും നല്ല നല്ല കാഴ്ചകളാണ്. നമ്മളെ പണ്ട് കാലത്തിൻ്റെ കുറേ കഥകൾ പറയുന്ന കുറേ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ UST ഗ്ലോബൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഏകദേശം ഒരു 6 മണി സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് മരിയനാട് ബീച്ചിലെത്തി. നല്ല കാഴ്ച കേട്ടോ. പക്ഷേ എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ട് കണ്ട ഈഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈഫിൽ ടവർ കാണാൻ പറ്റിയില്ല. അന്നെന്തോ നല്ല കാറ്റിൻ്റെയൊക്കെ പ്രശ്നം കാരണം എന്തോ കുഴപ്പം സംഭവിച്ചു. അത് കരയിലൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ അതൊഴിച്ച് ബാക്കി എല്ലാ ലൈറ്റിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇത് ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, എങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഓരോ ഐഡിയ ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത്. നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് ഇത് പുത്തൻതോപ്പ് ചർച്ചാണ്. അവിടുത്തെ കാഴ്ചയാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വലിയൊരു സ്നോമാനൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഒരു ക്രിസ്മസ് ട്രീ ആണ് അവർ ചെയ്തേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്ന വഴിയിലോട്ട് ഒരുപാട് ചർച്ചുണ്ട്. തുമ്പയിൽ ഒക്കെ കുറേ ചർച്ചകളുണ്ട്. അവിടെയൊക്കെ കുറേ ലൈറ്റും ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഒരുപാട് ലേറ്റായി. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഈ പോകുന്ന വഴിയിൽ വണ്ടി ഇരുന്നിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇതാണ് തുമ്പ ചർച്ച്. ഇവിടെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആട്ടോ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ടൈമില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു, കഴിച്ചു. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. സമയമില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത വീഡിയോ ഇതിലും കൂടെ കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ.